തക്രീരിയലും പെട്ട 3 കാര്യങ്ങളിലും ഉൾപ്പെട്ട വിഷയങ്ങളാണ് സുന്നത്ത് എന്നതിനെ കൊണ്ട് നിർവചിക്കപ്പെടുന്നത്. ഒരു മനുഷ്യനെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാനും നരകത്തിൽ നിന്ന് അകറ്റാനുമുള്ള എല്ലാ കാര്യങ്ങളും ആ സുന്നത്താക്കപ്പെട്ട കാര്യങ്ങളിലുണ്ട്. അതുകൊണ്ട് ആ തിരുദൂതൻ ഒരിക്കൽ സൂചിപ്പിച്ചതും അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നഹു ലൈസ മിൻ ഷൈഇൻ യുഖർരിബുകും മിനൽ ജന്നതി, തീർച്ചയായും നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. വയുബഇദുകും മിനന്നാരി ഇല്ലാ ഖദ് അമർതകും ബിഹി, നരകത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയും സ്വർഗത്തിലേക്ക് നിങ്ങളെ എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളെ അറിയിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിൽ നിങ്ങളൊരു വിഷയം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിൽ റസൂലിന്റെ ഭാഗത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം. വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും ആ വിഷയം വന്നിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. കാരണം മതപരമായ ഒരു കാര്യം പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തനം റബ്ബ് സ്വീകരിക്കണമെങ്കിൽ അതൊന്നുകിൽ ഖുർആനിൽ അംഗീകരിക്കപ്പെട്ടതാവണം, അല്ലെങ്കിൽ സുന്നത്തിൽ രേഖപ്പെടുത്തടാവണം, അല്ലെങ്കിൽ ഖുർആനും സുന്നത്തും മുൻനിർത്തി ലോകത്തുള്ള ഉലമാക്കള് ഇജ്തിഹാദ് തീരുമാനമെടുത്ത വിഷയമാവണം. ഇതിൽ 3ലും പെടാത്തതാണോ നിങ്ങൾ അത് അവഗണിച്ചേക്കണം. അതിലെത്ര നന്മയുണ്ടെന്ന് പറഞ്ഞാലും ഹബീബായ നബി തങ്ങളുടെ പേരിൽ നിങ്ങൾ അത് കൂട്ടിച്ചേർക്കാൻ പാടില്ല. വമാ അത്താകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹൂഹു, എന്താണോ നിങ്ങൾക്ക് ദീനായി തിരുദൂതൻ എത്തിച്ചു തന്നത് അത് നിങ്ങൾ സ്വീകരിക്കുക, അതിന്റെ അപ്പുറത്തേക്കുള്ളതെല്ലാം നിങ്ങൾ അവഗണിച്ചേക്കുക. ഈ വിഷയം സൂചിപ്പിക്കപ്പെടുമ്പോ ഇന്ന് മതത്തിൽപ്പെടാത്ത പലതും ആഘോഷിക്കുകയും അത്തരത്തിലുള്ള ആഘോഷങ്ങളിലൂടെ മുസ്ലിം സമൂഹത്തെ വേണ്ടാത്ത ബിദ്അത്തുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നവർ സ്വാഭാവികമായും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അല്ല മൗലവി, നിങ്ങൾ മൈക്ക് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. നിങ്ങൾ യൂട്യൂബ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അത് റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലല്ലോ. ഇത്യാദി മനുഷ്യന്റെ ജീവിതത്തിലെ പാന്റ്, ചുരിദാറ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് ചിലര് ചോദിക്കും, അന്നൊന്നും ഇല്ലാത്തതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ മൗലൂദ് ഇല്ലാത്തതുകൊണ്ട്, അന്ന് ഖുത്റാത്തീബ് ഇല്ലാത്തതുകൊണ്ട്, അന്ന് ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇന്ന് പറ്റൂലാന്നൊന്നുമില്ലല്ലോ. അന്നില്ലാത്ത പലതും നിങ്ങളും ചെയ്യുന്നില്ലേ? പാൻറുടുക്കുന്നില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ എന്ന് ചോദിക്കുമ്പം അതിന് മറുപടി ഉലമാക്കൾ രേഖപ്പെടുത്തി. പാൻറുടുക്കലും യൂട്യൂബ് ഉപയോഗിക്കലും മൈക്ക് സംസാരിക്കലും മതപരമായ വിഷയമല്ല. പക്ഷേ ജന്മദിനം ആഘോഷിക്കലും അന്ന് തിരുദൂതന്റെ പേരിൽ മദ്ഹ് പാടലും അന്നൊരു പ്രത്യേക റാത്തീബ് നടത്തലും അന്നൊരു മജ്ലിസ് നടത്തിയിട്ട് ആളുകളെ